മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുണ്യം പൂക്കുന്ന നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. നോമ്പെന്നാൽ വെറുമൊരു ആചാരാനുഷ്ഠാനമല്ല, നമ്മുടെ ഉള്ളിലെ അഹം മരിക്കുകയും ദൈവം ജീവിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ പരിവർത്തനമാണ്. പൗലോസ് ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവിടുന്ന് ദാസന്റെ രൂപം സ്വീകരിച്ചു, മരണം വരെ, അതെ കുരിശു മരണം വരെ അവിടുന്ന് തന്നെ താഴ്ത്തിയെന്ന്. ദൈവത്തിന് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതിയാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത്. അപരാധത്തിന്റെയും അപമാനത്തിന്റെയും അടയാളമായ കുരിശിനെ അവിടുന്ന് രക്ഷയുടെ അടയാളമാക്കി മാറ്റി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പോരായ്മകളിലും വീഴ്ചകളിലുമെല്ലാം നാം ദൈവത്തെ പഴിപറയാറുണ്ട്, കുരിശിനെ ഒരു ഭാരമായി കണക്കാക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കുരിശൊരു ഭാരമല്ല, അതൊരു വലിയ കരുത്താണ്. പണ്ട് കേട്ട ഒരു കഥ ഓർമ്മ വരുന്നു. ഒരു യുവാവ് തൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളെയും പരാതികളെയും എല്ലാം ദൈവത്തിന്റെ മുൻപിൽ നിരത്തി വെക്കുന്നു. തൻ്റെ കുരിശ് മാറ്റിത്തരണമെന്ന് അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവമാകട്ടെ അവനെ ഒരു വിശാലമായ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ മുറി കണ്ടു നിന്ന യുവാവ് അമ്പരന്നുപോയി. കാരണം ആ മുറി നിറയെ കുരിശുകളായിരുന്നു. ദൈവം അവനോട് പറഞ്ഞു, ഇതിൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തുകൊള്ളുക, ഇനി മുതൽ അതായിരിക്കും നിന്റെ കുരിശ്. ആ യുവാവ് തന്റെ കുരിശിനായുള്ള തിരച്ചിൽ ആരംഭിച്ചു. ആദ്യം അവൻ കണ്ടത് രത്നങ്ങൾ കൊണ്ടുള്ള ഒരു കുരിശായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിന്റെ ഭാരം നിമിത്തം അതവന് കൈവശമാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് സ്വർണം കൊണ്ടുള്ള ഒരു കുരിശ് അവൻ കണ്ടെത്തി. പക്ഷെ അതും അവന് യോജിച്ചതായിരുന്നില്ല. തുടർന്ന് അവൻ തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഒന്നുപോലും അവന് യോജിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ആ മുറിയുടെ ഒരു കോണിലായി ഉപേക്ഷിക്കപ്പെട്ട ഒരു മരക്കുരിശ് അവൻ കണ്ടെത്തി. അവൻ ഓടിച്ചെന്ന് അതെടുത്തു. തനിക്ക് ഏറ്റവും എളുപ്പമുള്ളതും വഹിക്കാൻ എളുപ്പമുള്ളതുമായി അത് അനുഭവപ്പെട്ടു. തന്റെ കുരിശ് കണ്ടെത്തിയ സന്തോഷത്തിൽ അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ദൈവം അവനെ നോക്കി ചിരിക്കുകയായിരുന്നു. ചിരിച്ചതിന്റെ കാരണം തിരക്കിയ അവനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ ഉപേക്ഷിച്ചു കളഞ്ഞ അതേ മരക്കുരിശാണ് ഇപ്പോഴും നിന്റെ തോളിലിരിക്കുന്നത്. അതെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന വീഴ്ചകളും പരാതികളും പോരായ്മകളും ഒക്കെ നമ്മൾ ഭാരമായി കണക്കാക്കാറുണ്ട്. അവയെപ്പറ്റി നാം ദൈവത്തോട് പരാതി പറയാറുണ്ട്. നമ്മുടെ കുരിശ് മാറ്റിത്തരാൻ നാം ദൈവത്തോട് അപേക്ഷിക്കാറുണ്ട്. പക്ഷേ അവയെല്ലാം നമുക്ക് താങ്ങാൻ കഴിയുന്നതാണ് എന്ന് മനസ്സിലാക്കിയാണ് ദൈവം അവ നമുക്ക് കൽപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെ പ്രതി അവിടുത്തോട് പരാതി പറയാതെ അവയെ അംഗീകരിക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമുക്ക് തന്ന കുരിശ് ചങ്കോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുന്നു.